ഹലോ ഗായ്സ്, ഐ ആം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് എന്തൊക്കെ വന്നു, വ്യാഴാഴ്ച അപ്ഡേറ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ വന്നു എന്നൊക്കെ പറയാനും വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ വന്നു ഇന്ന് അറിയാൻ മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 300 സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും ഇന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ ഇന്ന് വന്ന പാക്ക് പറയുമ്പോൾ 2 പാക്ക് ഉണ്ട്. ഞാൻ ആദ്യം അറിഞ്ഞിരുന്നു, വേറെ ഏതുമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ ഒരു പാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഗബ്രിയൽ മാഗ്ലാസും ഡൊനാറുമയും ഹക്കീമിയാണ് ഞാൻ പറഞ്ഞ പാക്ക്. അതേ പാക്ക് തന്നെ വന്നിരിക്കണേ. പിന്നെ ഏരിയൽ ഫോർട്ട് ലോങ് റേഞ്ച് ടാക്കിൾ എന്ന സ്കില്ലിലാണ് വന്നിരിക്കുന്നത്. GK സ്പിരിറ്റ് റോഡും ക്രോസിംഗ് ആട്ടോ. അത് കൊല്ലർ അങ്ങനെ ആരും കുത്താണ്ടുണ്ടെങ്കിൽ ഔട്ട്വേഡിന് പറ്റിയ ഒരാളാണ് ഹക്കീമി എന്ന് പറയണത്. നമുക്ക് എന്തായാലും പെനാൽറ്റി അടിച്ച് തന്നെ തുടങ്ങാം. പിന്നെ മെസ്സിൻ്റെ ബാക്ക് വന്നിട്ട് നിങ്ങൾക്ക് അറിയണ്ട്. ഞാനതിൽ കറക്കാനൊക്കെ സാധ്യത ഉണ്ടെങ്കിലും പക്ഷേ ക്യാൻഡോണിനെ കിട്ടിയ ഗൈസ് മൂഞ്ചാൻ പോണേ. ക്യാൻഡോണിനെ കിട്ടിയാൽ എന്തായാലും പെനാൽറ്റി നമുക്ക് സ്കോറാക്കി ഉണ്ട് കേട്ടോ. അത് നമുക്ക് പെനാൽറ്റി ഒന്ന് ഇതാവട്ടെ ഗൈസ്. എന്തായാലും നോക്കാം. പെനാൽറ്റി ഗോളുണ്ട്. റൗളിൻ്റെ ഒരു ഫ്രീ സ്പിന്നും ഉണ്ട്. എന്തായാലും നമുക്കത് ഒക്കെ കളക്ട് ചെയ്തിട്ട് വേറെ എന്തൊക്കെ വന്നുകൊണ്ട് നോക്കാം. അതിന് മുമ്പായിട്ട് പറയാനുള്ളത് ഇപ്രാവശ്യം ഇതന്നെയാണല്ലേ, ഇതേ ക്യാമ്പയിൻ തന്നെ. അപ്പോൾ ഗൈസ് 3 നമുക്കെല്ലാം വാങ്ങാനൊക്കെ കഴിയും ഗൈസ്. പിന്നെ അങ്ങനെയായിട്ട് വേറെ ഒന്നും ഒരു മെയിനായിട്ട് കുറഞ്ഞിട്ടില്ല. ഇത് നമുക്ക് കളക്ട് ചെയ്യാം. മിഷൻസ് കളക്ട് ചെയ്തില്ല, അത് നമുക്കിപ്പോൾ തന്നെ കളക്ട് ചെയ്യാം. പിന്നെ നമുക്ക് കാണുകയാണെങ്കിൽ അങ്ങനെയായിട്ട് മെയിനായിട്ട് അങ്ങനെ കൊണ്ടുവരാൻ സാധ്യതയൊന്നും ഇല്ല. 50 കോയിൻ. ഇനി 2 ക്ലിയർ ഒബ്ജക്റ്റീവ് ചെയ്താൽ മതി. ഒരു ചലഞ്ച് മാച്ചസ് 2 കളിച്ചാൽ, പിന്നെ ഒരു AI മാച്ചസ് 3 കളിച്ച് ജയിച്ചാലും മതി. നമുക്ക് ഈ ഒരു 50 കോയിന് കിട്ടും കേട്ടോ. ക്ലിയർ ഒബ്ജക്റ്റീവ്സ് 9 ആണ്. 9 ക്ലിയർ ഒബ്ജക്റ്റീവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ റൗണ്ടിൽ ഒരു ഫ്രീ സ്പിൻ ഉണ്ട്. പാക്സിൽ അങ്ങനെയായിട്ട് മീൻ വന്നിട്ടൊന്നും ഇല്ല. ഇത് നമുക്ക് നോക്കാം. ബിഗ് ടൈം ആൻഡ് ഷോർട്ട് ടൈം, ബിഗ് ടൈം ആൻഡ് എപ്പിക്കാണ് ഇതിലെന്തായാലും അടുത്ത ആഴ്ച പോണ ഒരു രീതിയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളേക്കുള്ള ഒരാളാണ് ഈ കാൻഡോണ പറയണത്, എറിക് കാൻഡോണ. ഇപ്പം നമ്മളേക്കുള്ളൊരു കാർഡാണ്. അപ്പോൾ ബനമാണെന്നില്ല എനിക്ക് തീരെ. മെസ്സിനെയാണ് മെയിൻ ടാർഗറ്റ്. പിന്നെ ക്രൈഫും ബരേസും ടാർഗറ്റ് തന്നെയാണ്. എല്ലാവരും ടാർഗറ്റൊക്കെ തന്നെയാണ്. ഫസ്റ്റ് 3 ആൾക്കാരുടെ മെയിൻ ടാർഗറ്റ്. പിന്നെ മറ്റുള്ളവർ വേണമെന്നില്ല, പക്ഷെ തരാനും പോണില്ല, അത് വേറെ കാര്യം. എന്തായാലും പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബിഗ് ടൈം മറ്റേ പാക്ക് തന്നെയാണ്. വേറൊരു പാക്കും വന്നിട്ടില്ല. ഇതൊന്നും വന്നതല്ലേ, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇന്നാണ് തോന്നുന്നത്. സീക്കോയും വന്നിട്ടുണ്ട്. ഹിറോക്കി സക്കായി എപ്പിക്കാണ്. 2 ആൾക്കാർ 100 ആൾക്കാർ 100 പ്ലേയേഴ്സാണ് എല്ലാത്തിലുള്ളത്. കറക്റ്റ് കിട്ടാം. എപ്പിക്ക് കിട്ടാൻ പ്രോബിലിറ്റി കൂടുതലാണ്. പിന്നെ ഇതാ ഈ പാക്കും വന്നിട്ടുണ്ട്. ബ്രസീലാറോ ബെറ്റാനോ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഫിനോമിനൽ ഫിനിഷിങ് പ്ലസ് മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് ഉണ്ടല്ലേ സീക്കോക്ക്. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഫോർട്രസും എഡ്ജ് ക്രോസിങ്ങും ആണ് സക്കായിക്ക്. പിന്നെ നോക്കുകയാണെങ്കിൽ അൽവാരോ മറ്റേ ബ്രസീൽ അതിൽ ഉണ്ട്. അൽവാരോ ബരേലുണ്ട് മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് വെച്ച്.
ഗുസ്താവോ ഹെൻഡ്രിക്ക് ഉണ്ട്, ലോങ് റേഞ്ച് ടാക്കിൾ. വിഷണറി പാസ് വിത്ത് ഫിനോമിനൽ പാസ്സാണ്. ഡെമൻ ബോഡബ്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാത്ത പേരാട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ വിക്ടർ ഫിനോമിനൽ ഫിനിഷിംഗ് പ്ലസ് ആക്സലറേഷൻ ബസ്റ്റാണ്. ഗസ് പ്ലെയർ ഓഫ് ദി വീക്ക് 32 ആൾക്കാരെ വെച്ചിട്ടാണ് പ്ലെയർ ഓഫ് ദി വീക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. റൊണാൾഡ് അറൗഹോ, വിനീഷ്യസ് ജൂനിയർ, മിക്കി വാൻഡവൻ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും 32 ആൾക്കാരെ വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ എനിക്കൊക്കെ കിട്ടുക പറഞ്ഞാൽ ഇതാ ഈ ലാസ്റ്റത്തെ കീപ്പറിനൊക്കെ ആവും. എനിക്കങ്ങനെ കിട്ടിയത് എപ്പോഴും ലാസ്റ്റത്തെ ആൾക്കാരെ വെച്ച് തരും പ്ലെയർ ഓഫ് ദി വീക്കൊക്കെ. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്കൊന്നും ലക്കില്ല. ഇത് ഇപ്പോഴത്തെ ഒന്നല്ലേ അല്ലേ ആണ് തോന്നുന്നത്. അല്ല തോന്നുന്നുണ്ട്, അറിയില്ല ഗൈസ്. നോമിനേറ്റ് കോൺട്രാക്റ്റൊക്കെ അതേമാതിരി തന്നെയാണ്. ഇതാ നമുക്കിത് ഫ്രീ സ്പിന്ന് റൗണ്ടിൽ എന്തായാലും കിട്ടില്ലെന്ന് അറിയാം. കിട്ടിയാൽ എന്തായാലും ഉപയോഗിക്കാനും പോണില്ല, അതുകൊണ്ട് തരില്ല. റോളല്ല ഗൈസ്. എന്തായാലും നമുക്ക് പിന്നെ വന്നിരിക്കുന്ന ഇവൻസിൽ ടൂർണമെൻറ്റ് വന്നുകൂടെ എനിക്കറിയില്ല, നോക്കണം. ഇല്ല ഗൈസ്, ഇവൻറ്റ്സ് PvP പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ബാർസേൻ്റെ ഒരു ഇവൻ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. സ്പാനിഷ് ക്ലബ്സിൻ്റെ ഇവൻ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ള 50 കോയിൻ മാച്ചാണ്. അപ്പോൾ നിങ്ങളൊക്കെ കളിച്ചിരിക്കില്ല 50 കോയിൻ മാച്ച്. ഇതാ ഞാൻ കാണിച്ചു തരാം. 50 കോയിൻ ഇതാ ഇവിടെ അപ്പോൾ വരും. ഇതാ ഗൈസ് 50 കോയിൻ മാച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് നറൂട്ടോൻ്റെ നെയ്മറിനൊക്കെ നമുക്ക് തന്നു. ബാക്കി തരാനുള്ള ആൾക്കാർ പറഞ്ഞാൽ ഇതാ ഇവരൊക്കെയാണ്. തെക്കഫൂസോ, കൂബോ, പുൾസിച്ച്, ലൂക്ക മോഡ്രിച്ച്, ഇവരെ 3 ആളും തരുന്നുണ്ട്. അങ്ങനെ 3 ആളും തരുന്നുണ്ട്. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് ഇറക്കാനുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇത് എടുത്തെന്ന് വിചാരിക്കണേ. എന്തായാലും പിന്നെ വേറെ എന്തെങ്കിലും മെയിനായിട്ട് കൊടുത്തും കൂടെ വെച്ചാൽ ഞാൻ നോക്കണം. മെയിനായിട്ടൊന്നും കൊണ്ടുവരാൻ സാധ്യതയില്ല, വലിയ അപ്ഡേറ്റ് അല്ല എന്ന് പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച ഈ പാക്ക് പോകും കേട്ടോ. അപ്പോൾ മെസ്സി റിട്ടേൺസ്. എന്തായാലും നമ്മളിതിൽ കറക്കാക്കില്ല, കാരണം എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് എപ്പിക്ക് കിട്ടിയാലേ നമ്മൾ കറക്കാക്കുള്ളൂ. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.